സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് അത് അധികാരമുള്ളൊരു അവയവമാണ്. നമ്മുടെ നാവ് കൊണ്ട് ജീവൻ്റെ വാക്കുകളല്ലാതെ മരണത്തെ ഉളവാക്കുന്ന ഒരു വാക്കുകളും നമ്മൾ പറയുവാൻ പാടില്ല. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഒറ്റ വാക്ക് ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് ദൈവം പറഞ്ഞപ്പോൾ ഉണ്ടായെങ്കിൽ നമ്മുടെ വാക്കുകൾ ജീവൻ വെപ്പിക്കുന്ന വാക്കുകളായി പുറത്തു വരണം. 4 ദിവസമായി നാറ്റം വെച്ച് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു നിന്നിട്ട് ഒറ്റ വാക്കാണ് കൽപ്പിച്ചത്: ലാസറേ, പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ള ജീവിതത്തിൽ ജീവൻ പകരുന്ന വാക്കുകളായി നമുക്ക് നമ്മുടെ നാവിനെ ഉപയോഗിക്കാം. 12 വയസ്സുള്ള ഏകജാതയായ യായിറോസിന്റെ മകളെ നോക്കിക്കൊണ്ട് യേശു ഒറ്റ കാര്യമാണ് പറഞ്ഞത്: ബാലേ, എഴുന്നേൽക്കുക. മരിച്ചവൾ എഴുന്നേറ്റ് നിന്നു, അവൾ സംസാരിക്കുവാൻ തുടങ്ങി. അതേ ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ പകരുന്ന വാക്കുകളായി നമ്മുടെ നാവുകൾ ഉപയോഗിക്കുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ജീവൻ പകരുന്ന വാക്കുകളായി നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാവുകൾ അധികാരമുള്ള നാവുകളാണ്. ആ അധികാരമുള്ള നാവിനെ വളരെ സൂക്ഷ്മതയോടെ, വളരെ ജാഗ്രതയോടെ നമുക്ക് ഉപയോഗിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.